ഹിമാലയത്തിൻ്റെ ഉയരങ്ങളിൽ ചേർത്തല സ്വദേശിനി 8ാം ക്ലാസ് വിദ്യാർത്ഥിനി. ചേർത്തല നഗരസഭ 33-ാം വാർഡിൽ ഞാറയ്ക്കാൽ വെളി ഷൈൻ വർഗീസിൻ്റെയും പ്രീതിയുടെയും മകൾ അന്ന മേരിയാണ് ഹിമാലയത്തിൻ്റെ 4800 മീറ്റർ മുകളിലെത്തിയത്. ചേർത്തല സെൻറ് മേരീസ് ഗേൾസ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അന്ന മേരി. ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പർവ്വതനിരയായ ഹിമാലയത്തിന്റെ 4800 മീറ്റർ ഉയരം വരെ കയറി 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ചേർത്തല നഗരസഭ 33-ാം വാർഡിൽ ഞാറയ്ക്കാവേലിൽ ഷൈൻ വർഗീസ് പ്രീതി ദമ്പതികളുടെ മകൾ അന്ന മേരിയാണ് ഈ സാഹസിക യാത്രക്കാരി. എവറസ്റ്റ് കീഴടക്കുക എന്ന ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ചേർത്തല സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ 8ാം ക്ലാസ്സുകാരിയായ അന്ന മേരിയുടെ പരിശ്രമം. കഴിഞ്ഞ ജൂൺ 20-നാണ് പിതാവിനൊപ്പം തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിനായി ഹിമാലയൻ യാത്രയ്ക്ക് പുറപ്പെട്ടത്. 6 പകലും 5 രാത്രികളും കഴിഞ്ഞുള്ള യാത്ര കഴിഞ്ഞ് ജൂലൈ 1-ന് വീട്ടിലെത്തി. അടുത്ത ദിവസം തന്നെ സ്കൂൾ പഠനത്തിൽ സജീവമാവുകയും ചെയ്തു. ഹരിയാനയിൽ നിന്നുള്ള 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ആരാധ്യ അടക്കം 8 സംസ്ഥാനങ്ങളിൽ നിന്ന് 13 പേരാണ് യാത്രാ സംഘത്തിലുണ്ടായിരുന്നത്. ഹിമാലയത്തിന്റെ താഴ്വാരയായ സോളക് വാലിയിലാണ് എല്ലാവരും ഒത്തുചേർന്ന് രാത്രികളിൽ ടെന്റടിച്ച് അതിൽ തങ്ങിയത്. സുരക്ഷാ സംവിധാനങ്ങളും ഭക്ഷണ സാമഗ്രികളും എല്ലാം കരുതിയുള്ള യാത്രയിൽ പ്രതിസന്ധികൾ ഏറെ ഉണ്ടായെങ്കിലും അതെല്ലാം അതിജീവിച്ചാണ് ഇത്രയും മീറ്റർ കടന്ന് എത്തിയത്. മഞ്ഞുരുകിയ വെള്ളമാണ് കുടിച്ചത്. 500 മീറ്റർ കൂടി കയറിയിരുന്നെങ്കിൽ ലക്ഷ്യസ്ഥാനമായിരുന്ന ഫ്രണ്ട്ഷിപ്പ് വീക്കിന്റെ മുകളിൽ എത്താമായിരുന്നു. എന്നാൽ ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടത് മൂലം ഉദ്ദേശലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയാതെ വന്നു. ഇതിലുള്ള നിരാശ അന്നയ്ക്കുണ്ടെങ്കിലും ആത്മവിശ്വാസത്തിന്റെ കരുത്ത് ഇനിയും ചോർന്നു പോയിട്ടില്ല. 4800 മീറ്റർ നമ്മൾ കയറി. ചിലര് അതിനു മുമ്പേ പോന്നു. 3 പേര് സബ്മിറ്റ് ചെയ്തു. എനിക്ക് 7 സബ്മിറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതിനുള്ളൊരു ട്രെയിനിങ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ പോയത്. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ആഫ്രിക്കയിലെ ടാൻസാനിയയിലുള്ള കിളിമഞ്ചാരോ ചെയ്യണം എന്നാണ് ആഗ്രഹം. വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ലാസ്റ്റത്തെ ദിവസം മാത്രമേ എനിക്ക് ചെറുതായിട്ടൊരു ബ്രീത്ത് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട്, അത് ലാസ്റ്റത്തെ ദിവസം മാത്രമേ തോന്നിയുള്ളൂ. അഡ്വഞ്ചേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ വെക്കേഷന് ഞാൻ RSC കടവന്ത്രയിൽ ഒരു സമ്മർ ക്യാമ്പിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ റോക്ക് ക്ലൈംബിങ് പ്രാക്ടീസ് ചെയ്തായിരുന്നു. ഈ ഇടയ്ക്ക് ഞാൻ മൂന്നാറിൻ്റെ അടുത്ത് കാറ്റാടിക്കടവിൽ ഒരു 1000 മീറ്റേഴ്സിന് താഴെ വരുന്ന ഒരു ചെറിയൊരു ട്രക്കിങ് ചെയ്തായിരുന്നു. അത് സാധാരണ എല്ലാവരും ഈ വ്യൂ പോയിന്റ് ഒക്കെ വരെ പോകത്തുള്ളൂ. പക്ഷെ ഞാൻ അതിനേക്കാളും അതിൻ്റെ അപ്പുറത്ത് വേറെ ഒരെണ്ണം കൂടി ഞങ്ങൾ ചെയ്തു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടിയൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി. അപ്പം അങ്ങനെ ആണ് ഈ ഫ്രണ്ട്ഷിപ്പ് വീക്കിലേക്ക് വന്നത്. കണ്ടറിഞ്ഞപ്പോൾ നമ്മൾ കേട്ടതിനേക്കാളും ഡിഫറെൻ്റ് ആണ് അവിടുത്തെ ക്ലൈമറ്റ്, അവിടുത്തെ സോയിൽ ടൈപ്സ്, അങ്ങനെയൊക്കെ എല്ലാം ഡിഫറെൻ്റ് ഒക്കെയാണ്. നമ്മളൊരു ടൂർ ഓർഗനൈസേഴ്സ് പോലെ അങ്ങനെ ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോയത്. ബ്രോസ അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അനുഭവിച്ചറിയുക എന്നുള്ളതാണ്. നമുക്ക് പുസ്തകത്തിൽ നിന്ന് നമ്മൾ കാണുന്നതും പഠിക്കുന്നതും അതിനേക്കാൾ ഉപരിയാണ് നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ. അപ്പോൾ ആ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്ത ഒരു ആക്ടിവിറ്റിയാണിത്. കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ വെച്ചുള്ള പ്രാഥമികമായ പ്രത്യേക പരിശീലനത്തിന് ശേഷം മണാലിയിലെ അഡ്വഞ്ചർ സ്പോർട്സ് ഏജൻസിയുടെ പരിശീലനവും ലഭിച്ചിരുന്നു. ആഫ്രിക്ക ഉപഭൂഖണ്ഡത്തിലെ ഉയരം കൂടിയ പർവ്വതനിരയായ കിളിമഞ്ചാരോ കീഴടക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്നും ഇതിനായി എല്ലാ പിന്തുണയും പ്രത്യേക പരിശീലനം നൽകുമെന്നും കൊച്ചി ഇൻഫോ പാർക്കിൽ ഉദ്യോഗസ്ഥരായ ദമ്പതികൾ കൂട്ടിച്ചേർത്തു. വിൻമീഡിയ, ചേർത്തല.